ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്വന്തം കാര്യം നേടാൻ വേണ്ടി ആരെ കൊല്ലാനും നിങ്ങൾക്ക് ഒരു മടിയില്ലായിരുന്നു. തീർന്നില്ലടി, മുഴുവൻ പറയട്ടെ. പണത്തിനുള്ള ആർത്തി കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ ജീവനെ പോലെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ആങ്ങളെ തകർത്തു. ആ മാഡം, എന്താ വിളിച്ചേ? ഞാൻ എന്റെ മകളെയും മരുമകനെയും ഒരുമിച്ച് കാണാന്നുള്ള സന്തോഷത്തിലിരിക്കുമായിരുന്നു. എന്താ പ്രശ്നം? അവര് വന്നില്ലേ? അവരെന്നെ കാണാൻ വരുന്ന വിവരം എങ്ങനെയാ പ്രതാപേട്ട അറിഞ്ഞു? അദ്ദേഹം അവരെ വിലക്കി. പ്രതാപൻ സാർ എങ്ങനെയാ അവരുടെ കാര്യം അറിഞ്ഞേ? അറിയാനാണോ വേണുവേട്ട പ്രയാസം? ആ വീട്ടില് ഒളിക്യാമറയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. 2 ഒളിക്യാമറകള് സ്വയം പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ആ അംബികയും അവളുടെ മകനും. പ്രതാപൻ സാറിനെ അംബിക നിയന്ത്രിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായില്ലേ മാഡം? അവരൊരുക്കിയ പത്മവ്യൂഹത്തിൽ നിന്ന് സാറിന് എന്നാ മോചിതനാവാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം വേണുവേട്ടാ? ഇത്രയും വലിയ മനുഷ്യനല്ലേ, പൊതുജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്ന ആളല്ലേ. സ്വയം ഒന്ന് ചിന്തിച്ചൂടെ? അത്രയ്ക്ക് ബുദ്ധിപരമായിട്ടാണ് ആ സ്ത്രീ വർമ്മ സാറിനെ തളച്ചിട്ടിരിക്കുന്നത്. ഈ കുരുക്കിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നണല്ലേ മാഡം? മാഡം പേടിക്കണ്ട, സമാധാനായിട്ടിരിക്കെ. ഇതൊരു ഗ്രഹണ സമയമാണെന്ന് കരുതിയാൽ മതി. ഗ്രഹണം കഴിഞ്ഞ സൂര്യൻ ഇരട്ടിയായി ജ്വലിച്ച് ഭൂമിക്ക് ചൂടും വെളിച്ചവും തരും. ഇതൊക്കെ ദൈവം കാണുകയല്ലേ മാഡം? ഇതിനുള്ള കൂലി ദൈവം കൊടുക്കാതിരിക്കില്ല. ആ അംബിക രാജുനെ ഉപദ്രവിച്ച കാര്യം വേണോട്ട് അറിഞ്ഞില്ലേ? ഇല്ല, അറിഞ്ഞില്ല. ഞാൻ പറയാം. ഞാൻ പിന്നെ വിളിക്കാം മാഡം. ആരായിരുന്നു വേണുവേട്ട ഫോണില്? രാജു ആയിരുന്നോ? അല്ല, എന്റെ ഒരു ഫ്രണ്ടായിരുന്നു. എന്റെ ഷർട്ട് പോലും തയ്ച്ചിരിപ്പുണ്ടോ? ഉണ്ടല്ലോ. എന്തിനാ? എനിക്കൊരാളെ അത്യാവശ്യമായിട്ട് കാണണം. ഞാൻ പോയിട്ട് വരാം. ഒന്ന് പറഞ്ഞിട്ട് പോ. എങ്ങോട്ടാ പോകുന്നേന്ന് തിരിച്ചു വന്നിട്ട് പറഞ്ഞ പോരെ? വെടികൊണ്ട കൊരങ്ങനെ പോലെ ഇയാളിത് എങ്ങോട്ടാ പ്രാഞ്ചി പോകുന്നത്? നമ്മുടെ വളരെ പ്രിയപ്പെട്ട VVIP മെമ്പർ അംബിക വർമ്മയുടെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഒരു കൈയടിയോടെ നമുക്ക് ഫംഗ്ഷൻ ആരംഭിക്കാം. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കാം. ഇപ്പൊ കടത്തിവിടാൻ പറ്റില്ല. ഞാൻ അംബിക വർമ്മയെന്ന് കാണാൻ വന്നതാ. കണ്ടിട്ട് ഉടനെ പോയിക്കോളാം. ഇത് വിമൻസ് ക്ലബാണ്, കടത്തിവിടാൻ പറ്റില്ല. എന്ത് വിമൻസ് ക്ലബ്ബ്? ഇതാണ് യഥാർത്ഥ മെൻസ് ക്ലബ്ബ്. താൻ എന്ത് പറഞ്ഞാലും ഇപ്പൊ തന്നെ അങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ല. തന്നോട് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇപ്പൊ കടത്തിവിടാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലോ. ആരാ ഇവൻ? അല്ല, ഇയാള് ഞങ്ങളുടെ തറവാട്ടിലെ ഡ്രൈവറായിരുന്നു. ഇവനിപ്പോ പണിയൊന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാ. കണ്ടിട്ടൊരു അലവലാതി ലക്ഷണമുണ്ട്. എന്താടോ അതിക്രമിച്ച് കിടക്കാനൊരു ശ്രമം? ഗുണ്ടായിസമാണോ? വേണു ആരാണെന്ന് ശരിക്കും അംബികയ്ക്ക് അറിയാവുന്നതല്ലേ? മര്യാദക്ക് സംസാരിക്കണോ? അംബികയെന്നോ? മാഡം വിളിക്കണോ? ഓടി, തൽക്കാലം എനിക്ക് സൗകര്യമില്ല. പോലീസിനെ വിളിക്കട്ടെ അംബികെ? വേഗം
ഇപ്പം വിളിക്കും മാഡം. സംഗതികളൊന്ന് കൊഴുക്കും, അതുകൊണ്ടാ. അമ്പിക ഓർക്കുന്നുണ്ടാവും, നിങ്ങൾ പണ്ട് നാരായണന്റെ ചായക്കടയില് പാല് കൊടുക്കാൻ പോയ സമയത്ത് നടന്നൊരു സംഭവം. നിങ്ങളുടെ പിറകെ നടന്ന് നിരന്തരം ശല്യം ചെയ്യുകയും ഒരിക്കൽ നിങ്ങൾ ഓടിച്ചിട്ട് പിടിക്കുകയും ചെയ്ത കരടി കുട്ടപ്പൻ എന്ന ചട്ടമ്പിയെ ഞാൻ എടുത്തിട്ട് അലക്കിയ കാര്യം എന്താ മറന്നുപോയോ? ഓർക്കുന്നില്ലേ? വർമ്മ സാറ് പഠിക്കുന്ന കാലം. നിങ്ങൾ പഠിത്തമൊക്കെ നിർത്തി കഴിഞ്ഞു. പഠിക്കാൻ വഴിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. പ്രതാപ സാറിനെ പഠിപ്പിച്ചതുപോലെ നിങ്ങളെയും മഹാദേവ വർമ്മ സാറ് പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് പഠനമല്ല മുഖ്യ കാര്യം. അന്നു മുതൽ പണം ഉണ്ടാക്കണമെന്നും അധികാരത്തിൽ കയറണമെന്നും ഒറ്റ വിചാരേ നിങ്ങൾക്കുള്ളൂ. അതിനുവേണ്ടി എന്ത് ചെയ്യും നിങ്ങള്? സ്വന്തം കാര്യം നേടാൻ വേണ്ടി ആരെ കൊല്ലാനും നിങ്ങൾക്ക് ഒരു മടിയില്ലായിരുന്നു. നിർത്തടാ. തീർന്നില്ലടി, മുഴുവൻ പറയട്ടെ. പണത്തിനുള്ള ആർത്തി കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ ജീവനെ പോലെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ആങ്ങളെ തകർത്തു. ആ നല്ല മനുഷ്യന്റെ കുടുംബജീവിതവും തകർത്തു. അദ്ദേഹത്തിന്റെ ഭാര്യയായ പത്മാവതി മാഡത്തെ പെരുവഴി ആധാരമാക്കി. ഇറങ്ങി പോടാ. കയറി വന്നില്ലേ? ഇനി മുഴുവൻ പറഞ്ഞിട്ടേ വീണു പോവൂ. സൂര്യമംഗലത്തെ പശുത്തൊഴുത്തിലെ ജീവനക്കാരിയായിരുന്ന അംബിക ആ കൊട്ടാരത്തിലെ രാജകുമാരിയുടെ ജീവിതം തകർത്തു. പിന്നെ ഒരു സൂര്യമംഗലത്തെ രാജകുമാരി, ആട്ടക്കാരി എന്ന പേരിൽ നടന്ന അഴിഞ്ഞാട്ടക്കാരി. അവളുടെ ചരിത്രം മുഴുവനെ ഞാനിവിടെ വിളമ്പണോ? അതിനു മുമ്പ് നിന്റെ ചരിത്രം മുഴുവൻ ഞാനിവിടെ വിളമ്പണോ? മാന്തി എടുത്ത് എന്നെ കൊണ്ട് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യിക്കരുത്. ആകെ നാറും. നിങ്ങളുടെ ശരിക്കുള്ള മുഖം കണ്ട ബഹുമാനപ്പെട്ട ഈ ക്ലബ് അംഗങ്ങൾ ഓടും. ഈ ചരിത്രം അറിയാവുന്നോണ്ടായിരിക്കും എന്നോടും എന്റെ മകനോടും എന്റെ കുടുംബത്തോടുമുള്ള നിങ്ങളുടെ പകയും വൈരാഗ്യവും. അവനെ പല സ്ഥലങ്ങളിൽ വെച്ച് ഒതുക്കാൻ നിങ്ങളും നിങ്ങളുടെ മകനും കൂടി ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാ ഇനി അതങ്ങ് അവസാനിപ്പിച്ചേക്ക്. ഇല്ലെങ്കിൽ നോവിനാലേ